ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ അടുത്ത ദിവസം സീറോ മലബാർ സഭയുടെ സുപ്രസിദ്ധ ആരാധനാലയമായ സെയിൻറ്റ് മേരീസ് ബസിലിക്ക എറണാകുളം അവിടെ നടന്ന ഭക്തിസാന്ദ്രമായ ഒരു മതപരിപാടി, അതായത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന യേശു പറഞ്ഞ ആശയത്തെ അപ്രകാരം നെഞ്ചിലേറ്റി യേശുവിൻ്റെ ആദർശങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് ലോകത്തിൽ ആര് കണ്ടാലും അവരെല്ലാം ഭക്തി കൊണ്ട് മുട്ടുമടക്കത്തക്കവണ്ണം ഒരു ആരാധന മുറ അവതരിപ്പിച്ച ദൃശ്യമൊന്ന് കണ്ടിട്ട് അത് സംബന്ധമായ ഏതാനും കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. നിങ്ങൾ അല്പം സഹിഷ്ണുതയോടെ ഈ വീഡിയോ കാണണം. ഏതാണ്ട് 11 മിനിറ്റ് നീളമുള്ള വീഡിയോയാണ്. ഇതിനിടയിൽ 1-2 തവണ അഡ്വർടൈസ്മെന്റ് പരസ്യം കയറി വരും. അത് നിങ്ങൾ ദയവായി പൊറുക്കുക, ക്ഷമിക്കുക. നമുക്ക് മുൻപോട്ട് പോകാം. ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, ലോകത്തിലെ മൃഗങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്. അപ്പോൾ ഇതിൽ വിളിച്ചു പറയുന്നത്, ലോഹയ്ക്കുള്ളിലെ മനുഷ്യരെ ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, ലോഹയ്ക്കുള്ളിലെ മൃഗങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്. വേദശാസ്ത്രപരമായി വളരെയധികം ആശയ ഗാംഭീര്യമുള്ള ഒരു വിശ്വാസ പ്രമാണമാണ് മുദ്രാവാക്യ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പള്ളിയുടെ അങ്കണത്തിലാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും കുരിശ് വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കുരിശിൻ്റെ ആശയം എന്താണോ അത് ആത്മാവിൽ പേറിക്കൊണ്ടാണ് അവർ ഈ പ്രകടനം നടത്തുന്നത്. സഭ തൻ്റെ മക്കൾക്ക് നാളുവരെ നൽകിയ ആത്മീയ പരിശീലനത്തിൻ്റെ പരിശുദ്ധി ലോകത്തിന് ബോധ്യമാകത്തക്കവണ്ണമുള്ള ഒരു പരിപാടിയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിലുള്ള വേദശാസ്ത്രപരമായ ആശയം നാം മറന്നുകൂടാ, അല്ലെങ്കിൽ അവഗണിച്ചുകൂടാ എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ പറയുന്നത്, ലോഹയ്ക്കുള്ളിലെ മനുഷ്യരെ ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, ലോഹയ്ക്കുള്ളിലെ മൃഗങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് എതിരാണ്. അപ്പോൾ മനുഷ്യൻ മൃഗത്തെ പോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട് എന്നത് ആത്മീയമായ കാഴ്ചപ്പാടിൽ വളരെ ശ്രദ്ധേയമായ ഒരു തിരിച്ചറിവാണ്. ഇപ്പോൾ ലോഹയ്ക്കുള്ളിൽ പുരോഹിതന്മാരാണ്. ഈ മുദ്രാവാക്യം വിളിച്ച് സഭയുടെ അങ്കണത്തിൽ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് അവരുടെ പുരോഹിതന്മാരുമായി ദീർഘകാല പരിചയമുള്ളത് കൊണ്ട് അവരുടെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ വലിയൊരു സത്യമാണ് മുദ്രാവാക്യ രൂപത്തിൽ അവർ അവതരിപ്പിക്കുന്നത്. ലോഹയ്ക്കുള്ളിൽ മനുഷ്യരുമുണ്ട്, മൃഗങ്ങളുമുണ്ട്. മനുഷ്യരായി പ്രവർത്തിക്കുന്നിടത്ത് മൃഗങ്ങളെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് എൻ്റെ അഭിപ്രായമല്ലേ. എന്നെ ആരും കുറ്റം പറയരുത്. ഇത് ആ ശാപം അനുഭവിക്കുന്ന ആളുകൾ സഹിക്കാൻ വയ്യാതെ മുറവിളി കൂട്ടുന്ന ഒരു ദൃശ്യം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ലോഹയ്ക്കുള്ളിലെ മൃഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ വളർത്തിയെടുത്ത ആത്മീയ മക്കൾ അവർക്കെതിരെ നടത്തുന്ന ഒരു പ്രകടനമാണ് എന്നത് ശ്രദ്ധേയമാണ്. മുൻപോട്ട് പോകും. ഇവിടെ പറയുന്നത്, സഭയെ തകർക്കാൻ അച്ചാരം വാങ്ങിയ പാമ്പ്ലാനെ രാജിവെക്കൂ, പുറത്തു പോകൂ. ഈ പാമ്പ്ലാനെ നിങ്ങൾക്ക് ഓർമ്മ വരും. കർഷക തൊപ്പിയൊക്കെ തലേ വെച്ച് റബ്ബറിന് 300 രൂപ കിലോയ്ക്ക് കൊടുത്താൽ BJPക്ക് ഒരു MP എങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്ന വളരെ ഘോരഘോരം പ്രസംഗിച്ച വ്യക്തിയാണ് പാമ്പ്ലാനി. ഇദ്ദേഹത്തിൻ്റെ കഥകൾ
വളരെ രസാഹമാണ്. അതിലേക്കൊന്നും പ്രവേശിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷ കൊണ്ട് വീർപ്പുമുട്ടുന്ന ആളുകൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, സഭയെ മുടിക്കാതെ രാജിവെച്ച് പുറത്തു പോകൂ. ഇനിയും സഭാവിശ്വാസികളായ ഈ മക്കൾ വിളിച്ചു പറയുന്ന മുദ്രാവാക്യം എന്തെന്നാൽ, സഭാ നേതാക്കന്മാരെ അഭിസംബോധന കൊണ്ട് പറയുകയാണ്, ഞങ്ങളിൽ ആരെയെങ്കിലും തൊട്ടാൽ ആ കളി തീക്കളി കട്ടായം. അപ്പോൾ സഭാ നേതൃത്വവും അജപാല ശുശ്രൂഷ നടത്തുന്ന യേശുവിൻ്റെ മാതൃകയെ അപ്രകാരം അനുകരിച്ച് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനായി മാത്രമേ വിശുദ്ധ സേവനത്തിലേക്ക് കാലുകുത്തിയ ഇടയന്മാരോട് അവരുടെ കുഞ്ഞാടുകൾ പറയുകയാണ്, ഞങ്ങളെ തൊട്ടാൽ ആ കളി തീക്കളി കട്ടായം. അപ്പോൾ പുരോഹിതവർഗവും അവർ മേയ്ക്കുന്ന ആടുകളും മാടുകളും തമ്മിലുള്ള ബന്ധം എത്ര ആത്മീയമായ ചടുലത നിറഞ്ഞതാണ് എന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ഒരു ദൃശ്യം കൂടെ ഒന്ന് കാണുന്നത് കുറെ കൂടെ ബോധ്യം ഉണ്ടാകുവാൻ സഹായിക്കുമെന്നതുകൊണ്ട് ഞാനിത് ഈ മുദ്രാവാക്യം, അതായത് ഇനിയും വിളിക്കുന്ന മുദ്രാവാക്യം, പാമ്പ്ലാനിയെ പറ്റിയോ ബിഷപ്പന്മാരെ പറ്റിയോ അവരെ ഒറ്റപ്പറ്റി നിൽക്കുന്ന കത്തനാന്മാരെ പറ്റിയോ അല്ല, വിമതന്മാർക്കെതിരെയാണ്. വിമതന്മാർ എന്ന് പറയുമ്പോൾ ഏകീകൃത കുർബാനയ്ക്ക് പകരം ജനാഭിമുഖ കുർബാന മതി എന്ന് നിർബന്ധം പിടിക്കുന്നവരാണ് ഈ വിമതർ. സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസിസിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിമതരാണ്. ഈ പ്രകടനം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഇതിനേക്കാൾ ഒരു 10 ഇരട്ടി വലിയ ഒരു പ്രകടനം നടത്തിയിരുന്നു. അതിൻ്റെ പല വീഡിയോകളും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഒരേ സഭയിലെ ഒരേ പള്ളിയിലെ അംഗങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തമ്മിൽ തള്ളുകയും ചീത്ത വിളിക്കുകയും പോലീസിൻ്റെ കാവൽ അല്ലെങ്കിൽ സംരക്ഷണം കൊണ്ട് മാത്രം ആരാധന നടത്താം എന്ന സവിശേഷമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്ത് കേരളത്തിൻ്റെ പൊതുവായ കാഴ്ചപ്പാടിൽ ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി വലിയ ബഹുമാനം ജനിപ്പിക്കത്തക്കവണ്ണമുള്ള പ്രകടനമാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി യേശുവിൻ്റെ ശരീര രക്തങ്ങളുടെ ഓർമ്മയ്ക്കായി നിയമിക്കപ്പെട്ട പരിപാവനമായ ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആചാരത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. നമുക്ക് അല്പം കൂടെ കണ്ടിട്ട് മറ്റു ചില കാര്യങ്ങൾ. ഇനിയും നിങ്ങൾ ദയവായി പരിഗണിക്കേണ്ട ഒരു കാര്യം, ആളുകൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നതിൽ എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല. അവർ പറയുന്ന അവർക്കെതിരെ ബോംബെറിഞ്ഞു, അവരെ ആക്രമിച്ചു, അതേപ്പറ്റി പരാതിപ്പെടാൻ അവർക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അവകാശമുണ്ട്. പക്ഷേ എൻ്റെ ഒരു പരാതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്ത്യാനി മുദ്രാവാക്യം വിളിക്കുമ്പോൾ
എന്താണ് ഈ ഒരു ചത്ത അനുഭവം ആയിത്തീരുന്നത്? ഇപ്പോൾ ക്രിസ്ത്യാനി പാട്ട് പാടുന്നു. നിങ്ങൾ കഴിയുമെങ്കിൽ നമ്മുടെ FM റേഡിയോ ഉള്ള പല സ്റ്റേഷനുകളിൽ അതിരാവിലെ ഭക്തിഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതിനകത്ത് ഹിന്ദു ഭക്തിഗാനങ്ങളുണ്ട്, മുസ്ലിം ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. ഇത് മൂന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിലേറ്റവും നിർജീവമായ, വെറും തരംതാണ്, യാതൊരു മണവും ഗുണവും ഇല്ലാത്ത പാട്ടുകൾ ക്രിസ്ത്യാനിയുടെ പാട്ടുകൾ. സാഹിത്യം, സംഗീതം അല്ലെങ്കിൽ കലാരൂപം, ഇതൊക്കെ മനുഷ്യൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നാണ് അതിൽ ജീവനുണ്ടാകുന്നത്, മേന്മയുണ്ടാകുന്നത്, ആസ്വാദ്യത ഉണ്ടാകുന്നത്. എന്തുകൊണ്ടോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുദ്രാവാക്യം വിളിക്കുന്നതിലാണെങ്കിലും പാട്ടെഴുതുന്നതിലാണെങ്കിലും പാടുന്നതിലാണെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുന്നതിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാവരെക്കാളും നമ്മൾ ചൂത്തകളായി പോയല്ലോ എന്നത് എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവർ മുദ്രാവാക്യമാണോ വിളിക്കുന്നത്, അല്ലെങ്കിൽ മുദ്ര തിന്നുകയാണോ? മുദ്രാവാക്യം വിളിക്കുന്നെങ്കിൽ എവിടെ കൂടാണ് വിളിക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ഡ്രില്ല് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് ഉറങ്ങി കറങ്ങി പകുതി ജീവൻ പോയ പോലെ ICU കിടക്കുന്ന രോഗികളെ പോലെയാണ് വിളിച്ചുകൊണ്ടാണ്. ഓശാലവാടും പാമ്പ്ലാനി. അയ്യോ, കഷ്ടം. അയ്യോ, എന്ത് പറ്റി? ഇടിയുടെ വടിയുടെ മുൻപിൽ മാറ് കാട്ടിയ വിശ്വാസി തോക്കുകയില്ല, തൂറ്റിയിട്ടില്ല, തൊട്ട ചരിത്രം കേട്ടിട്ടില്ല. വത്തിക്കാൻ കുർബാന സിന്ദാബാദ്, 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 വത്തിക്കാൻ കുർബാന സിന്ദാബാദ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഏകദേശം ഒരു ടേസ്റ്റ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രശ്നം എന്താണ്. കുർബാന നടത്തുമ്പോൾ അല്ലെങ്കിൽ ദീപബലി അർപ്പിക്കുമ്പോൾ പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അത് പ്രശ്നമാകാൻ കാര്യം ജനങ്ങളെ ഇങ്ങനെ രണ്ട് ചേരികളായി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചാൽ മാത്രമേ പുരോഹിത വർഗത്തിന് അവരെ വേണ്ടതുപോലെ പാട്ടിലാക്കാനും നിയന്ത്രിക്കാനും സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അവരോട് കാണിച്ച ദ്രോഹം, അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത, ഇടത് കൈ എന്താണ് വലത് കൈയാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഈ വിശ്വാസികൾ, മൊണ്ണവിശ്വാസികൾ ഇങ്ങനെ പരസ്പരം മത്സരിച്ചും അപലപിച്ചും ആക്രമിച്ചും പൊതുജനത്തിൻ്റെ കണ്ണിൽ അപഹാസ്യപാത്രങ്ങളായും വിശ്വാസത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടികൾ കണ്ട് നിങ്ങൾക്ക് എങ്ങനെ രാത്രിയിൽ ഉറക്കം വരും എന്ന് എനിക്കറിയില്ല. ഹൃദയം അത്രമാത്രം വേദനിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഒന്ന് സ്പർശിക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഇനിയും എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ സാധ്യത ഏതാണ്ട് 100% ഊറ്റിക്കുടിച്ചത് തീരാറായതുകൊണ്ട് അടുത്ത ഒരു വിഷയം വരാൻ പോകുന്നു. അത് ആരും പറയുന്നതിന് മുൻപേ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അപ്പോൾ കുർബാന ഉപയോഗിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന ഏക കൽപ്പന യേശു നൽകുന്ന സാഹചര്യമാണ് ഈ കുർബാനയുടേത്. അത് പുരോഹിതന്റെ കയ്യിൽ കിട്ടിയാൽ അതൊരു വാളായി, ഒരു ബോംബായി ഉപയോഗിച്ച് ജനങ്ങളെ തകർത്ത് കളയും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുർബാന തമ്മിലടി അല്ലെങ്കിൽ കുറുവടിയടി എന്നത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ പുതുമ ഇപ്പോൾ നശിച്ചിരിക്കുന്നത് കൊണ്ട് സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്ലാനും പദ്ധതിയും ഒരു
എന്താണ് പറയുന്നത്, തന്ത്രം മെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിവാദം എന്തായിരിക്കണം, അതിനെപ്പറ്റി ഏതാണ്ട് തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇനിയും വരാൻ പോകുന്ന വിവാദം എന്താണെന്ന് ചോദിച്ചാൽ അത് പെസഹ, അത് മോണ്ടി തേഴ്സ്ഡേ, പെസഹ വ്യാഴാഴ്ചയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, അന്നേ ദിവസം യേശു ഒരു കഴുതയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് യാത്രയായി എന്ന് സുവിശേഷത്തിൽ പറയുന്നു. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ, പാമ്പ്ലാനി പക്ഷം പറയും യേശു ഈ കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചത് ഫോർവേഡ് ഗിയറിലാണ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്ന വിമതരായ ആളുകൾ പറയും അങ്ങനെയല്ല, യേശു കഴുതയുടെ പുറത്ത് സഞ്ചരിച്ചപ്പോൾ കഴുത റിവേഴ്സ് ഗിയറിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് അവർ നിർബന്ധം പിടിക്കും. അപ്പോൾ കഴുതയുടെ ഫോർവേഡ് ഗിയറും കഴുതയുടെ ബാക്ക്വേർഡ് ഗിയറും തമ്മിലുള്ള വലിയ സംഘർഷമാണ് ഇനിയും വരാൻ പോകുന്നത് എന്ന് ഞാൻ മുന്നമേ ഏവരെയും അറിയിക്കുകയാണ്. അത് സംബന്ധമായി വരാൻ പോകുന്ന വലിയ തമ്മിലടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കാൾ വളരെയധികം മൂർച്ചയുള്ളതായിരിക്കും, വളരെയധികം രക്തച്ചൊരിച്ചിൽ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായി പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ അംഗങ്ങളും ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ മുഴുവനും ആ വലിയ സംഘർഷത്തിൻ്റെ സാഹചര്യത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി മുന്നമേ തന്നെ ചിന്തിച്ച് അതിന് തക്കതായ പ്ലാനും പദ്ധതിയും ആവിഷ്കരിക്കണം. അതുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന കാര്യത്തെ അല്പം മുന്നമേ ഞാൻ വെളിപ്പെടുത്തുവാൻ, എനിക്ക് സഭയുടെ അധികാരികളിൽ നിന്നുള്ള അനുവാദമില്ലെങ്കിൽ പോലും ഞാൻ വെളിപ്പെടുത്താൻ ഇപ്പോൾ സാഹസം കാണിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു വലിയ വിവാദവും ഏതാണ്ട് മെടഞ്ഞ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു യെരുശലേം ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ചാട്ട ഉപയോഗിച്ചു എന്ന് പറയുന്നു. അത് വെഞ്ചരിച്ച ചാട്ടയാണോ അതോ വെഞ്ചരിക്കാത്ത ചാട്ടയാണോ? പാമ്പ്ലാനി പക്ഷം പറയുന്നു അത് വെഞ്ചരിച്ച ചാട്ടയാണ്. ബാക്കിയുള്ളവർ പറയുന്നു അത് വെഞ്ചരിക്കാത്ത ചാട്ടയാണ്. കാരണം ആ ചാട്ട പ്രയോഗിച്ചത് മഹാപുരോഹിതന്റെയും അദ്ദേഹത്തിന്റെ ശിങ്കിടികളുടെയും എതിരാകയാൽ ഒരു പുരോഹിതനും അത് വെഞ്ചരിക്കാൻ സാധ്യതയില്ല. മാത്രവുമല്ല, യേശുവിൻ്റെ കയ്യിലെ ചാട്ട വെഞ്ചരിക്കാനായിട്ട് മെത്രാനോ കത്തനാരോ ചെന്നാൽ ആ ചാട്ട കൊണ്ട് ആദ്യം പൊട്ടീര് കിട്ടുന്നത് മെത്രാനും രണ്ടാമത് പൊട്ടീര് കിട്ടുന്ന കത്തനാരുടെ മുതീനുമായിരിക്കും. എന്നതുകൊണ്ട് അവർ കട്ടായം പറയുന്നു ഇത് വെഞ്ചരിക്കാത്ത ചാട്ട കൊണ്ടാണ് യേശു ദേവാലയം ശുദ്ധീകരിച്ചത്. പക്ഷെ പാമ്പ്ലാനി വിട്ടുകൊടുക്കത്തില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ പൂർവികന്മാർ വെഞ്ചരിച്ച ചാട്ട കൊണ്ടാണ് യേശു അവരെ അടിച്ച് വെളിയിൽ കളഞ്ഞത്. ആ ഒരു വിവാദവും ആളിക്കത്തുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് അല്പം മുന്നമേ ഞാൻ എവരെയും അറിയിക്കുന്നത്. ഇത് തക്കതായൊരു തയ്യാറെടുപ്പ് കേരളത്തിലെ വിശ്വാസ സമൂഹം ആകമാനവും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ മണ്ണവിശ്വാസികളും കരസ്ഥമാക്കട്ടെ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്. ഏതായാലും ഈ ഒരു കലാപരിപാടി ഇങ്ങനെ അവതരിപ്പിക്കുകയും അതിനുശേഷം സുവിശേഷവും കക്ഷത്തിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മതം മാറ്റി അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി നടക്കുന്ന, തൊലിക്കെട്ടി കൊണ്ട് മാത്രം ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന സഹ ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ ഈ മൊണ്ണത്തരം അവസാനിപ്പിക്കുക. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ ഉള്ളിൽ വിമിഷ്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശവും സാവകാശവും നിങ്ങളുടെ പുരോഹിത വർഗം നൽകുന്നില്ല എങ്കിൽ, അവർ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേൽ ചീഞ്ഞളിഞ്ഞ സ്ഥാപിത താല്പര്യം കൊണ്ട് മൂടുന്നെങ്കിൽ, നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുക്കാറുണ്ടാക്കി തല്ലും തൊഴിയും നടത്തി നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും നിങ്ങളെ ശപിക്കത്തക്കവണ്ണം ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾക്ക് സുവിശേഷം വായിച്ച് വേദപുസ്തകം വായിച്ച് യേശുവിൻ്റെ ആദർശങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചാൽ പോരെ? ഈ
ഭ്രാന്താലയത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നതിനകത്ത് വല്ല കാര്യവുമുണ്ടോ? ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് പലയിടത്തും പോയി ചീട്ട് കളിക്കുകയോ അല്ലെങ്കിൽ ബെവറേജിന് മുമ്പ് ക്യൂ നിൽക്കുകയോ ചെയ്യുന്നത് എന്നതാണ് ഈ കിഴവൻ്റെ അഭിപ്രായം. ദയവായി ഈ നരകതുല്യമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവീൻ. നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഓർത്തെങ്കിലും ഈ മൊണ്ണത്തരത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പീൻ. യേശുവിൻ്റെ മാർഗവും ഈ പുരോഹിത വർഗം കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും തമ്മിൽ മലബന്ധം പോലുമില്ല എന്ന വളരെ സ്പഷ്ടമായ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രയാസം? ദയവായി ചിന്തിക്കുകയും ദൈവം നിങ്ങൾക്ക് തന്ന തലച്ചോറ് കുട്ടിച്ചോറാക്കാതെ അത് വേണ്ടതുപോലെ പ്രയോഗിച്ച് അർത്ഥവത്തായ ഒരു തീരുമാനത്തിലേക്ക് ഏവരെയും കടന്നു വരണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നമസ്കാരം.